പ്രജി ഇപിയുമായി ബന്ധപ്പെട്ടൊരു കൂടിക്കാഴ്ച വിവാദത്തിൽ ഇപിയെ ഇങ്ങനെ കീച്ചേരിയിലെ വീട്ടിലിരുത്തി ചിറകെട്ടി നിർത്തിയിട്ടുണ്ട് എന്നതിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് ശ്രീ KVS പറയുന്നത്. ചിറമുറിച്ച് അപ്പുറത്തേക്ക് ഒരുപാട് പേർ ഒഴുകിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോഴാണ് KVS ഹരിദാസ് പറയുന്നത്, ഞങ്ങൾക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോൾ കൊടിയുയർത്താനും അവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള അനുകൂല സാഹചര്യം താലത്തിൽ വെച്ച് കിട്ടിയത് ചുവപ്പ് കോട്ടയിൽ തന്നെയുള്ള ഈ റെഡ് വാളണ്ടിയർമാരാൽ തന്നെയാണ് എന്നാണ്. മാത്രമല്ല നേതാക്കന്മാരുടെ ഏതൊക്കെ നേതാക്കന്മാരെയാണോ ഇനി വളഞ്ഞു പിടിക്കാൻ പോകുന്നത് എന്നത് ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നങ്ങ് പറയുകയാണ് KVS. ഒന്നാമതായി ശ്രീ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അങ്ങനെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജന്റെ വീട്ടിൽ സർപ്രൈസിംഗ് ആയി ഒരു സന്ദർശനം നടത്തി എന്നുള്ള ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടതായി ഞാൻ കണ്ടില്ല. വേരിയസ് റീസൺസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സൂക്ഷ്മത കുറവുണ്ടായി, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വിഷയം അന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വളരെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി EP പ്രവർത്തനങ്ങളിൽ ഏറെ സൂക്ഷ്മത കുറവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. EP കുറെ കൂടെ സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് EP പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണമാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്ന വിഷയം വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കേ ഇല്ല, കാരണം എന്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല. പലപ്പോഴും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴും അദ്ദേഹം അത് ഊന്നി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പല കാര്യങ്ങളും. ഞാൻ കരുതുന്ന അങ്ങ് കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ഒരാളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനവും അങ്ങ് ശ്രദ്ധിച്ച് കാണും, കമ്പോട് കമ്പ് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ പ്രായവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു, MV ഗോവിന്ദൻ അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല പ്രജി, അങ്ങനെയെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ ബാധകമാകുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സീനിയോറിറ്റിയുടെ കാര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണവും വരികയുണ്ടായി. അതുകൊണ്ട് നമുക്കത് വിടാം. എൻ്റെ ചോദ്യം അതല്ല. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ജാഗ്രത കുറവ് എന്ന്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്ന്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ള ഒരാളെ അങ്ങനെയെങ്കിൽ LDF കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞ് മുന്നണിക്കുള്ളൊരു പൊതുബാധ്യതയാകുന്ന പദവിയിൽ നിന്ന് മാറ്റുകയാണോ വേണ്ടത്? ശരിയായ രാഷ്ട്രീയ തിരുത്തൽ എന്ന് പറയുന്നത് CC അംഗത്വത്തിൽ നിന്ന് മാറ്റുക എന്നതാണ്. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസ കുറവ് വന്നിരിക്കുന്നു. ഇതൊരു കേവല ജാഗ്രത കുറവല്ലല്ലോ, മറ്റു വീഴ്ചകളുടെ പട്ടികയിൽ പെടുത്താൻ കഴിയില്ല. കേരളത്തിൽ വേരുറപ്പിക്കാനും അങ്ങനെ CPMനെ ഇല്ലാതാക്കാനും നോക്കുന്ന BJPയുടെ ഗൂഢതന്ത്രത്തെ അദ്ദേഹം ഈ പാർട്ടിയുടെ CC മെമ്പറാണ്. CC മെമ്പറായിട്ടുള്ള EPയെ തീർച്ചയായിട്ടും ഒരു സംഘടനാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന കമ്മിറ്റി, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്, നേരത്തെ PB കൂടുകയൊക്കെ ചെയ്തല്ലോ. അല്ലല്ല, അത്തരം സാങ്കേതികത്വമല്ല ഞാൻ പറയുന്നത്. ഇന്ന ഘടകം, ആ ഘടകത്തിന്റെ മേൽ ഈ താഴെയുള്ള ഘടകം നടപടി എടുക്കണമെന്ന ഉദ്ദേശമേ എന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ വേണം ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചത് കൃത്യമാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തെ പറ്റിയും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറയുന്നുവെങ്കിൽ ഈ മുന്നണിക്ക് പൊതുവിൽ ബാധ്യതയായിരിക്കുന്ന ഒരു പദവിയിൽ നിന്ന് മാറ്റുക വഴിയല്ല ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുക. ഏതാണോ പ്രധാനപ്പെട്ട ഘടകം, ആ ഘടകത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ പറയുന്ന ജാഗ്രത കുറവുണ്ടായിരിക്കുന്നത്. അത് EP ഇതുവരെയുള്ള ജാഗ്രത കുറവിന്റെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നായിട്ട് ചുരുക്കേണ്ടതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ CPMനെ ഇല്ലാതാക്കാൻ പോകുന്ന BJPയുടെ ഗൂഢതന്ത്രത്തിന് അരുനിൽക്കുന്ന ഒരു ജാഗ്രത കുറവുണ്ടായെങ്കിൽ അതിന്റെ നടപടി അവിടെയാണ് വേണ്ടത്. അല്ല, അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടിയുടെ നടപടികളും പാർട്ടിയുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളും അവസാനിച്ചിട്ടില്ലല്ലോ.
ഇപ്പോ LDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭികാമ്യമല്ല എന്നുള്ള നിലയിലാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ആ വിവരമാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാർട്ടിയിലെ ആകമാനം പാർട്ടി ക്ലാസുകൾ നടന്നു വരുന്നു. രാഷ്ട്രീയ ബോധക്കുറവുകൾ ഉണ്ടാകുന്നു. ആ തരത്തിലുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ സമ്മേളന കാലയളവ് തൊട്ട് ഇങ്ങോട്ട് പാർട്ടി ഓരോ ഘടകങ്ങളെയും പാർട്ടിക്ക് വിധേയമാകുന്ന നിലയിലുള്ള രാഷ്ട്രീയമായ നിലപാടുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടി ക്ലാസുകളും അതോടൊപ്പമുള്ള ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത്, നേരത്തെ വേണു പറഞ്ഞത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമല്ല ഞാൻ പറഞ്ഞത്. EP സ്വയം പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ട് എന്നാണ്. പാർട്ടിയുടെ ജനറലായിട്ടുള്ള പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവാക്കലിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. EP സ്വയം കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവിന്റെയും അടിസ്ഥാനത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റുകയും പകരം LDF പ്രതികരണം കാണുന്നില്ലേ? അതിന്റെ രാഷ്ട്രീയ സൂചനകൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ട് EP-ക്ക്, അതിനെന്ത് ചികിത്സയാണ് അദ്ദേഹത്തിന് നിർദ്ദേശിക്കേണ്ടത്? അതല്ലല്ലോ വിഷയം. ഇവിടെ CPM-ന് തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ട്. അത് BJP ബാധയാണ്. അതിനുള്ള ചികിത്സ എത്രത്തോളം കാര്യക്ഷമമാണ്? അത് EP-ക്കെതിരായ ഒരു നടപടിയിലൂടെ അവസാനിക്കുന്നതല്ല എന്നാണ് KVS-ന്റെ ധ്വനി. അതിന് മറുപടിയാണ് വേണ്ടത്. അല്ല, KVS ഏത് ധ്വനിയിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ അസുഖം ബാധിച്ചിരിക്കുന്നത് CPM-നെ അല്ലല്ലോ. CPM-ന്റെ വീട്ടിൽ പ്രകാശ് ജാവദേക്കർ മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന പോലെ ചെന്ന് കയറിയപ്പോഴും EP ജയരാജൻ എന്താ ചെയ്തത്? ഒരു ചായ വേണോന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോ തന്നെ EP ജയരാജൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. നേരെ മറിച്ച് KVS പറയും എന്ന് ഞാൻ വിചാരിച്ചത് കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടത്തോടെയുള്ള BJP-യിലേക്കുള്ള കേരളത്തിലെ പലായനങ്ങളാണ്. മുഖ്യമന്ത്രിമാരുടെ മക്കൾ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJP-യിലേക്ക് പോകുന്നു. അതേക്കുറിച്ച് എന്തേ KVS പറയാത്തത്? KVS എപ്പോഴും പറയുന്നത്, ഈ ചർച്ചയിൽ ഉടനീളം KVS പറഞ്ഞുകൊണ്ടിരുന്നത് CPM-ൽ നിന്ന് വലിയ ഘോഷയാത്ര BJP-യിലേക്ക് ഉണ്ടായി എന്നാണ്. എവിടെ ഉണ്ടായി എന്നാണ് KVS പറയുന്നത്? കോൺഗ്രസിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കും. കാരണം കേരളത്തിലെ പ്രതിഭാസമ്പന്നന്മാരായ മുഖ്യമന്ത്രിമാരെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ആ കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന്, മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ 2 മക്കളാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP-യിലേക്ക് പോയത്. അതേക്കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ അങ്ങനെ ഒരു കഞ്ഞി വെക്കാനായി വെച്ചിരിക്കുന്ന പാത്രം KVS അങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ എനിക്കൊന്ന് ശ്രീ NP ചക്കുടിലേക്ക് കൂടെ പോകണം. എനിക്ക് 8 മണിക്ക് മുമ്പ് ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. പ്രിജി, മാത്രമല്ല പ്രിജി, ഈ മുറ്റത്തൊരു മൈന പോലെ അല്ല, ഡൽഹിയിൽ സ്വയം മുറ്റത്തൊരു മൈനയായി EP പോയിട്ടുണ്ട്. അതാണ് ശോഭയുടെ വെളിപ്പെടുത്തലിന്റെ അടുത്ത ഭാഗം. ആ കാര്യമൊന്നും പുറത്തു വന്നിട്ടില്ല. ഡൽഹിയിൽ മുറ്റത്തൊരു മൈനയായി EP പോയിട്ടുണ്ട് എന്നതാണ് ആ വെളിപ്പെടുത്തൽ.